കൂട്ടുകാരെ, അപ്പോഴത്തേക്കേ ഇന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പം ആ ചക്ക നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. നല്ല വിളഞ്ഞ ചക്ക. അപ്പം നമുക്കിതിന് വെട്ടി നോക്കാം. വെട്ടാനായിട്ട് പിച്ചാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ പുരട്ടി നമുക്ക് മറ്റേ തേയ്ക്കാനുള്ള ചകിരി ഇല്ലാത്തതുകൊണ്ടിട്ട് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് വെട്ടാം. എങ്ങനെ വെട്ടും? ഇങ്ങനെ വെട്ടും. പലതും ചെറുതായിട്ട് എടുക്കാം. കുറച്ച് ചക്കയും ഞാനും കൂടെ ഇന്ന് പയറ്റി തെളിയും. നമുക്കങ്ങനെ ചക്ക വെട്ടി പരിചയം. കൊച്ചു കൊച്ചു ചക്കകളൊക്കെ കണ്ട വെട്ട് പോയാൽ പൊട്ടു പോകും. ഓരോരുത്തർ വെട്ടണ കാണുമ്പോൾ കൊതിയാവും. ഒന്ന് അടിച്ചണ്ട മൂന്നായും പോയേനെ. നല്ല വിളഞ്ഞ ചക്കയും കണ്ട, നല്ല വിളഞ്ഞ ചുളയാണ്. അപ്പം നമ്മളിത് വെട്ടിയെടുക്കട്ടെ കൂട്ടുകാരെ. അപ്പം കുറച്ച് പകുതി ചക്ക ഞങ്ങൾ വെട്ടിയില്ലേ, അത് മൊത്തം എടുത്ത് ഞാൻ ഇങ്ങനെ ചക്കക്കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇതിൽ കിടപ്പുണ്ട്. അപ്പം ഇതിന്ന് വെച്ച് ഈ ചക്കയെ ഞാൻ ഒന്നേ ചക്ക അവിക്കും അല്ലെങ്കിൽ ചക്ക കറി വയ്ക്കും. എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്താലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചക്ക അവിക്കാൻ വെച്ചിട്ടുണ്ട് കൂട്ടുകാർ. ചൂടായില്ല, അതുകൊണ്ട് ഞാൻ കൈ വെച്ചു. ഇനി അവിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കറിക്ക് ശകലം എടുത്തിട്ടുണ്ട്. ഇത് അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് കാണിച്ചു. അങ്ങനെ ചക്ക നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഉപ്പും തേങ്ങയും കൂടെ ഇട്ടാണ് അവിച്ചത്. അവിച്ചിട്ട് ഇതേ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അവിച്ചതെന്ന് പറയാം. സാധാരണ ഇങ്ങനെ അവിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ കറണ്ട് പോയി കൂട്ടുകാർ, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ വെച്ച് പിടിക്കായിരുന്നേ. ചക്ക ആവശ്യത്തിന് എടുത്ത് അവിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കണവർക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. ശർക്കരയോ പഞ്ചസാര ഇടുന്നവർക്ക് അങ്ങനെ ഇട്ട് കഴിക്കാം. പക്ഷേ ഞാൻ തേങ്ങയും ഉപ്പും കൂടെ ചേർത്താണ് ചക്ക അവിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ചക്ക മുഴുവനേ കിട്ടിയതാണ്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. പിള്ളേരൊന്ന് കുറച്ച് പച്ചയൊക്കെ കഴിച്ച്. അപ്പോഴത്തേക്ക് ഇനി ഇത് ചക്ക വേവിക്കുമ്പോഴത്തേക്ക് ഇന്നാളൊരു ദിവസം ചക്ക കൂടെ വെച്ചില്ലേ, അതുപോലെ തന്നെ ശരിക്കും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ വയറിന് അസുഖമൊന്നും വരത്തില്ല. അപ്പം ഞാൻ ഈ വീഡിയോ നിർത്താൻ പോണു. കാരണം കറണ്ടില്ല, പവർ കട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ മൊത്തം ഇരുട്ട് കയറി കിടക്കുന്നുണ്ട്. കറണ്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചുന്ദരി നിൽക്കണം, അടുത്ത ചുന്ദരൻ നിൽക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇടാ ഞങ്ങളെ വീഡിയോ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത്. വയ്ക്കണേ കൂട്ടുകാർ. വേണ്ട, ഞാൻ പറഞ്ഞ കണക്കതേ ബാക്കി ചക്ക വന്നതിൽ അരപ്പിട്ടതേ അടുപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആവശ്യത്തിന് അവിച്ചെടുത്തിട്ട് ഉപ്പ് കണക്കിനിട്ട് നമുക്ക് കഴിക്കാനും എടുക്കാം. ചായയുടെ കൂടെ ബാലൻസ് വന്നതെടുത്ത് നമുക്ക് അരപ്പിട്ടെടുക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കത്തിക്കാര മീൻ അടുപ്പിൽ കിടന്ന് തിളച്ച് മറിയണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും അടുപ്പിൽ ഒരുപോലെ ഇരിക്കുവാണ്. ഇരട്ടപ്പിള്ളേർ രണ്ടുപേരും കൂടെ അങ്ങനെ അടുപ്പിലിരിക്കുക. വേകട്ടെ, രണ്ടുപേരും വേകട്ടെ കേട്ടോ. അപ്പോഴും ഞാൻ ചക്കക്കുഴയും ഇച്ചിരി മീൻ കറിയും, കറി ലൂസായിട്ടാണ് വെച്ചത്, വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടിക്കുഴച്ചങ്ങനെ കഴിക്കാൻ പോകുന്നു. അപ്പം ഞങ്ങൾ ചക്കക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഒരുത്തനിവിടെ താഴെ ഇരിപ്പുണ്ട്. കുറച്ച് ശകലം തോരനും കൂടെ എടുത്ത് വയ്ക്കാം കേട്ടോ. ശകലം മീനും കൂടെ ഇങ്ങനെ പിച്ച് വയ്ക്കും. അപ്പോൾ പിച്ച് അവിടെ വച്ചിട്ട് എടുത്ത് വച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കും. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. പക്ഷെ ഇത് കഴിക്കാനുള്ളൊരു നല്ല മൂടൊന്നുമല്ല എനിക്ക്. നല്ല കഴിക്കുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല, ഇവിടെ ആരുമില്ല. ഇന്ന് പറഞ്ഞില്ല, കഴിക്കാനായിട്ട് വിളിച്ചിട്ട് കാണില്ല. അപ്പം എനിക്ക് വിശന്നപ്പുറത്ത് കഴിക്കണം. ചക്കയൊക്കെ ആദ്യമായിട്ട് കഴിക്കുമ്പോഴേ നല്ല വെളുത്തുള്ളി അരയ്ക്കണം, നന്നായിട്ട് കുരുമുളക് ചേർക്കണം. അപ്പം നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ വയറിന് അസുഖം വരും. വേറെ കറിയൊന്നും വയ്ക്കാത്തതുകൊണ്ടിട്ടാണ് മീൻ കറി ഇച്ചിരി ചാറായിട്ട് വെച്ചത്. കൊള്ളാം കേട്ടോ, നല്ല ഫ്രഷ് മീനായിരുന്നു. ഞാൻ കഴിക്കട്ടെ. ഇത് നല്ലൊരു മൂഡ് ഔട്ടായിട്ടാണ് വിചാരിക്കണം. ഇത് വിശന്നപ്പം കഴിക്കണമെന്നേ ഉള്ളൂ. കഴിച്ചില്ലെങ്കിൽ രാത്രി ഉറക്കം വരത്തില്ല. ഉറക്കവും വരുന്നുണ്ട്.